ഹലോ ഗായ്സ്, ഇന്നും നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ലഞ്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 3 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. നേരെ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ചമ്മന്തി റെഡി ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി വെച്ച് കൊടുക്കുക. ഇനി അരച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് സ്പൂൺ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മളെ ചമ്മന്തി റെഡി ആയതുകൊണ്ട് ഇത് അവിടെ മാറ്റി വെക്കാം. അതിന് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഒന്നിലേ ഓയിൽ, ഒന്നിലേ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. 2 വെളുത്തുള്ളി ഒന്ന് തൊലിയോട് കൂടി തന്നെ ഒന്ന് കുത്തി ചതക്കിയിട്ടിടുക. കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്താ വെച്ചാൽ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റത്തെ പണിയുള്ളൂ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മോന് ഉള്ളിയും പച്ചമുളകൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കുട്ടികളാകുമ്പം അങ്ങനത്തെ ഇല്ലാത്തതാണ് നല്ലത്. കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ ഒരു പഫി ആയിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല പൊന്തി വന്നിട്ട് നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുട്ടയും റെഡി ആയതുകൊണ്ട് പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റൊക്കെ ഉപ്പേരി വെച്ചതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ അത് നല്ല ചൂട് ചോറും അതുപോലെ നമ്മളെ ആ ഒരു പൊട്ടാറ്റോ ഫ്രൈയിൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പക്ഷേ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലേക്കില്ല. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഉപ്പേരിയും അതുപോലെ ചമ്മന്തിയും പിന്നെ നമ്മൾ മുട്ട പൊരിച്ചതും ഇത്രയും തന്നെ വയറ് നിറച്ച് ചോറുന്ന കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ കുറേ ടൈമൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ കുട്ടികളെ നാളത്തെ ലഞ്ച് ബോക്സിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ഉണ്ടാക്കി